ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മാംഗ്രൂവ് പാർക്ക്, ജുബൈൽ മാംഗ്രൂവ് പാർക്കിലാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു, നല്ല വെയിലുണ്ട് അതുകൊണ്ട്. ഓക്കെ, ഡിസ്ക്ലെയിമർ ആണ് അത്. അപ്പോൾ നേരത്തെ ആരും വരണ്ട, ഒരു 4 മണി 4:30 ആ ടൈമിലൊക്കെ വന്നാൽ മതി. ഞങ്ങളൊരു 3-3:15 എത്തിയോടെ. ഭയങ്കര വെയിലാണ്. മേ ബി ആഫ്റ്റർ ആ വെയിലൊക്കെ ഒന്ന് പോയിട്ട് അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നല്ല വെയിലാണ്. ഇപ്പോൾ നടക്കാൻ ഓൾമോസ്റ്റ് 2 കിലോമീറ്റേഴ്സ് ഉണ്ട്. 2 വഴിയുണ്ട്. 2 കിലോമീറ്ററിന്റെ വഴിയുണ്ട്, അതേപോലെ 1 കിലോമീറ്റർ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പം നമുക്ക് അതിന്റെ കാഴ്ചകളിലേക്ക്. ഇതിലൊക്കെ കയറണം. ഇതിലിങ്ങനെ പോകണ്ടേ? Okay, you will get famous. Alright, so I'll tag you. Alright, sweet. So welcome guys to Jubail Mangrove Park. If you guys are free, you are always welcome to come to this natural reservoir. It's a very beautiful place surrounded by a lot of trees. If you want to change from the malls, come around here and give it a walk. Yes, thank you. Alright, is it good enough? Yeah, it's good enough. Right. Yeah, you didn't say your name and where are you from? I'm Usama and I'm from Algeria. Okay, nice. Right, enjoy your day. Great to meet you. Thank you. Nice to meet you too. ചെരുപ്പ് കുഴപ്പമില്ല മോനെ. ഷാദ്ക, എങ്ങനെയുണ്ട് ഇവിടെ? ഷാദ്ക അവിടെ റെസ്റ്റ് ചെയ്യാം. അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് റെസ്റ്റിംഗ് സോണും ഉണ്ട്. വേലിയിറക്കായതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ആ ഒരു ഹൈറ്റിലുണ്ടാവും, അതിന്റെ പില്ലറിൽ, ആ പില്ലറിന്റെ ഹൈറ്റിൽ വെള്ളം ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ വേലിയിറക്കായതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ നെറ്റിലൊക്കെ നോക്കി വരണം. എപ്പോഴാണ് ടൈഡൽ വേവ്സ് സ്ട്രോങ് ആണോ ഹൈ ആണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ വരണം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇതിന്റെ മാംഗ്രൂവിന്റെ റൂട്ട്സ് ഒക്കെ ഇങ്ങനെ കാണാം. ഇപ്പൊ നമുക്ക് ഈ ചളിയാണ് കാണാൻ പറ്റുക. ഇവിടെ ഫുള്ള് വെള്ളമായിട്ട് കവേർഡ് ആവും. ഈ റൂട്ട്സ്, ഈ കാണുന്ന റൂട്ട്സ് ഒക്കെ കവേർഡ് ആവും വെള്ളത്തിൽ. ഇതിന്റെ കുറച്ച് ഭാഗം, ഈ മാംഗ്രൂവിന്റെ കുറച്ച് ഭാഗവും വാട്ടറിൽ കവേർഡ് ആയിരിക്കും. അപ്പോ ഇതിന്റെ എൻഡില് കുറച്ച് വെള്ളമുള്ള ഏരിയ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒന്ന് പോയി നോക്കാം. ഇതിന്റെ കൺസ്ട്രക്ഷൻ എനിക്ക് നല്ല ഇഷ്ടമായി. മാംഗ്രൂവ്സിന്റെ അടുത്തൂടെ നമുക്ക് അതിന്റെ നടുവിലൂടെ എങ്ങനെ നടക്കാം. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കണ്ടൽക്കാടുണ്ട്, കണ്ണൂരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അതൊക്കെ ഈ ഇന്നോവേറ്റീവ് രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടൂറിസവും ആയി, പക്ഷെ നമുക്ക് അതിൻ്റെ കൂടെ ഈ കണ്ടൽക്കാടും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എന്താ പറയുക, വ്യൂ പോയിന്റ് ഉണ്ട്. വ്യൂ പോയിന്റ് ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ പോയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. ഓക്കെ,
tired? He's dead. He's dead? Oh my god. Okay, let's put him in the water. Died. Okay, let's put him in the water. Huh? No, No? he's not. He's really dead already. He's not really dead? No, he's pretending he's dead. Oh, he's pretending. No. അവിടെ ഞണ്ടുണ്ട്. നീണ്ടടെ. ദാ. അവിടുന്നുള്ള വെള്ളമൊക്കെ ഇതിലൊക്കെ കുറെ മീനൊക്കെ ഉണ്ട്. എന്താ പറയാ, ഇപ്പൊ വേലി ഇറക്കാതെ ഇങ്ങോട്ട് ഒഴുക്ക് കണ്ടോ നിങ്ങൾ, ഇതൊക്കെ കടലിലേക്ക് ഒഴുകി പോവാ. അപ്പോ അതാണ് അതിന്റെ സംഭവം നിങ്ങൾക്ക് തോന്നുന്നത്. സൂര്യൻ ഇങ്ങനെ താഴ്ന്നു പോകുന്നുണ്ട്. നമ്മൾ കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് പോയി കഴിഞ്ഞാൽ, ഫെയ്ഡ് ആയി കഴിഞ്ഞാൽ രസം ഉണ്ടാവും വിചാരിക്കുന്നത്. ഇപ്പൊ നല്ല രസമുണ്ട് അല്ലേ? അല്ലേ ഗൈസ്? ഗൈസ് എന്താ അങ്ങനെ കയാക്കിങ് കണ്ടോളി, കയാക്കിങ് കണ്ടോളി. ഇതാ എന്താ ഇങ്ങനെയാട്ടോ കയാക്കിങ്. ഇങ്ങനൊരു വടി ഉണ്ടാവും. അതെന്താ സ്കൂട്ടറോ? ഇവിടെ വരുമ്പോ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ എടുത്ത് വരണം, ഇല്ലെങ്കിൽ നല്ല ക്ഷീണാവും. മാംഗ്രൂവ് പാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടിപൊളിയാണ്. നല്ല ഈവനിങ് ടൈമിൽ വരണം കേട്ടോ. ഈവനിങ് ടൈമിൽ നല്ല രസമാണ് വന്നിരുന്ന് സംസാരിക്കാനും, പിന്നെ കുറച്ച് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ഏരിയ ആണ്. കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ, ഇന്ന് വെള്ളമില്ലായിരുന്നു, പക്ഷെ വെള്ളം ഉണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും അത് നോക്കിയിട്ട് വരാം. വേലിയേറ്റം വേലിയിറക്കമൊക്കെ നോക്കിയിട്ട് വരാം. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.